ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ട സഖാക്കളുടെ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എത്താതിരുന്നത് ഉചിതമായി. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ട സഖാക്കളുടെ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെന്നല്ല, ഒരു പാർട്ടിക്കും അത് ഭൂഷണമല്ല. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിലാണ് നമ്മുടെ 140 കോടി ജനതയും ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഭരണഘടനയെ അനുസരിച്ചുകൊണ്ട് മാത്രമേ ഏത് പാർട്ടിക്കായാലും മുന്നോട്ട് പോകാനാവൂ. അപ്പോൾ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ CPM-നായാലും CPI-ക്കായാലും മറ്റു പാർട്ടികൾക്കായാലും പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. അപ്പോൾ ബോംബ് നിർമ്മാണം എന്ന് പറയുന്നത് നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ്. കാരണം ബോംബ് നിർമ്മാണത്തിനിടയിൽ 2015 ആ ബോംബ് പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ട 2 യുവാക്കൾക്കാണ് സ്മൃതി മണ്ഡപം നിർമ്മിക്കുന്നത്. ആ വാർത്ത പുറത്തു വന്നതോടെ തന്നെ വലിയ ഒച്ചപ്പാടും വിവാദങ്ങളും ആയി. ആ വിവാദങ്ങളെ തുടർന്നാവണം സംസ്ഥാന സെക്രട്ടറി മാറി നിന്നുകൊണ്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് കഴിഞ്ഞ ദിവസം ആ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്തത്. അതും തെറ്റാണ്. കാരണം ഒരു പാർട്ടിയുടെ, CPM-നെ പോലുള്ള ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഈ ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ടവരുടെ പേരിൽ പോലീസ് കേസുണ്ട്. അവർ ചെയ്തത് നിയമവിരുദ്ധമായ പ്രവർത്തനമാണെന്ന് നമ്മുടെ നിലവിലുള്ള നിയമം പറയുന്നു. നമ്മുടെ പൊതുസമൂഹം വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. കാരണം ശത്രുക്കളെ വകവരുത്താൻ വേണ്ടിയുള്ള ആയുധ നിർമ്മാണത്തിനിടയിൽ, ബോംബ് നിർമ്മാണത്തിനിടയിലാണ് അവർ കൊല്ലപ്പെട്ടത്. അത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു രക്തസാക്ഷിത്വം ആയിരിക്കാം. നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ രാജ്യം കണ്ട ധീര രക്തസാക്ഷികൾ അനവധിയാണ്. ഭഗത് സിംഗിനെ പോലെയുള്ള ധീര രക്തസാക്ഷികൾ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊല്ലപ്പെട്ട മഹാത്മജി ഉൾപ്പെടെയുള്ള രക്തസാക്ഷികൾ, പ്രധാനമന്ത്രിയായിരിക്കെ കൊല്ലപ്പെട്ട ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധി, അതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്തും പാർട്ടി നിരോധിക്കപ്പെട്ട കാലത്തും പുന്നപ്പുറയിലും കരിവെള്ളൂരിലും എല്ലാം തന്നെ രക്തസാക്ഷികളായ, ധീര രക്തസാക്ഷികളായ സഖാക്കൾ, കയ്യൂരിലെ രക്തസാക്ഷികൾ, തൂക്കിലേറ്റപ്പെട്ട കയ്യൂരിലെ ധീര രക്തസാക്ഷികൾ, അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ രക്തസാക്ഷികൾ. അപ്പോ കയ്യൂരിലെയും കരിവെള്ളൂരിലെയും വയലാറിലെയും എല്ലാം രക്തസാക്ഷികളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കാരണം ഈ ബോംബ് നിർമ്മാണത്തിൽ കൊല്ലപ്പെട്ട സഖാക്കളെ ആദരിക്കുക, അവർക്ക് വേണ്ടി സ്മൃതി മണ്ഡപം പണിയുക എന്ന് പറയുന്നത് ഇത് വലിയ തെറ്റായ ഒരു സന്ദേശമാണ് പാർട്ടി സഖാക്കൾക്കായാലും പൊതുസമൂഹത്തിനും നൽകുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ സൈനികർ യുദ്ധമുഖത്തോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്കിടയിലോ കൊല്ലപ്പെട്ടാൽ എല്ലാ സൈനിക ബഹുമതികളുടെയുമാണ് സൈന്യം അവരെ ആദരിക്കുന്നതും ജനങ്ങൾ അവരെ ആദരിക്കുന്നതും അവർക്ക് സ്മൃതി മണ്ഡപങ്ങൾ തീർക്കുന്നതും. കാരണം അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതി മരിച്ചവരും അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾക്കിടയിൽ മരിച്ചവരുമാണ്. അപ്പൊ അതുപോലെയുള്ള ഒരു പ്രവർത്തനമാണോ ഒരു പാർട്ടിക്ക് വേണ്ടി ശത്രുക്കളായ മറ്റു പാർട്ടികളെ ആക്രമിക്കുന്നതിന് വേണ്ടി ബോംബ് നിർമ്മിക്കുന്നത് എന്ന് വന്നാൽ നമ്മുടെ നിയമ സംവിധാനത്തെ, നമ്മുടെ ക്രമസമാധാന രംഗത്തെ തന്നെ അത് ബാധിക്കും. മാത്രവുമല്ല, കേരളം ഭരിക്കുന്നത് കഴിഞ്ഞ 7-8 കൊല്ലമായി CPM ആണ്. അപ്പോ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയാണ് കഴിഞ്ഞ 8 കൊല്ലമായി കേരളം ഭരിക്കുന്നത്. അപ്പൊ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ബാധ്യതയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലാതെ പിണറായി വിജയൻ ഒരു CPM മുഖ്യമന്ത്രി മാത്രമല്ല. അതുപോലെ മറ്റു മന്ത്രിമാർ അവരോട് പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ മന്ത്രിമാർ മാത്രമല്ല. അവർ 3.5 കോടി ജനങ്ങളുടെ മന്ത്രിമാരാണ്. മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും MLA-മാരായാലും അവർ തിരഞ്ഞെടുക്കപ്പെടുന്നതോടെ അവർ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലങ്ങളുടെ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ പ്രതിനിധികളാണ്.
അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനത്തിൽ നിയമവാഴ്ചയ്ക്ക് അനുസൃതമായി മാത്രമേ ഏത് പാർട്ടിയും പ്രവർത്തിക്കാൻ പാടുള്ളൂ. അപ്പോ ബോംബ് നിർമ്മാണത്തിൽ അപകടപ്പെട്ട യുവാക്കൾക്ക് സ്മൃതി മന്ദിരം പണിയുന്നതിലൂടെ CPM നൽകുന്ന സന്ദേശം തികച്ചും തെറ്റായ ഒരു സന്ദേശമാണ്. അത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും ഭൂഷണമല്ല എന്നാണ് അഭിപ്രായം.